സിമ്പിൾ കോസ്റ്റിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് കുറച്ചധികം സിമ്പിൾ ആയി പോയെന്ന് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഡ്രസ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന്റെ അവസ്ഥ അതുകൊണ്ടാണ് കയറാൻ പറ്റുള്ള. ആ സൈഡ് ലൂസ് ആക്കി. എനിക്ക് പണിയാന്നല്ല ചെസ്റ്റ് മൊത്തം പമ്പ് ചെയ്യണമല്ലോ ഫുൾ ടൈം. മറ്റേ ആ ഒതുക്കത്തിലാണ് പോയത്. ഇത് ശരിക്കും എന്റർടൈൻമെന്റ് തന്നെയാണ്. ഇത് ഒരു മാർഷൽ ആർട്ട് ഫോം അല്ല, ഇത് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആർട്ട് ഫോമാണ്. അപ്പൊ എല്ലാരും മറ്റേ എന്താ നിങ്ങൾ ഏത് ഫോമാ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഇതിന് അങ്ങനല്ല, റൂൾസ് ഇല്ല ഇതിനകത്ത്. അപ്പൊ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് യു പുട്ട് അപ്പ് എ ഷോ. അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവര് എൻജോയ് ചെയ്യുന്ന രീതിയിലൊരു ഷോ നമ്മൾ ചെയ്യാം. ഇറ്റ്സ് വെരി ഫിസിക്കൽ ഇൻ നേച്ചർ, അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് അത്രയും തന്നെ പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഷിഹാനും അദ്വൈതും എല്ലാവരും ഭയങ്കര കടുത്ത WWE ഫാൻസ് ആണ്. അത്രയും നോളജ് ഉണ്ട് അവർക്ക്. നമുക്ക് 2 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു ഈ റോപ്പ് വർക്കിന്റെ കാര്യങ്ങളുടെ ഒക്കെ. അന്ന് ചെയ്തപ്പോ തന്നെ മനസ്സിലായി ഇത് പാടാണ്. കാരണം ചതവും മുറിവും ഒക്കെ കുറെ ഉണ്ടായത്. ഇപ്പോഴും ഇതൊന്നും മാറിയിട്ടില്ല. അല്ല ഈവൻ മറ്റേ WWE ആണെങ്കിൽ അവരൊക്കെ പ്രൊഫഷണൽ ആത്ലീറ്റ്സ് ആണ്. പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ എളുപ്പമല്ല. സിമ്പിൾ കോസ്റ്റിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് കുറച്ചധികം സിമ്പിൾ ആയി പോയെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്റെ സൗണ്ടും എന്റെ കോലൊക്കെ ഇങ്ങനെ കാണുന്നത്. എനിക്ക് ഡ്രസ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന്റെ അവസ്ഥ അതുകൊണ്ടാണ്. എല്ലാവരുമായിട്ട് റോഷൻ ഇല്ല, ഇഷാൻ ഉണ്ട്, പിന്നെ നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട്. ടാറ്റു നിങ്ങളൊരു ടീമായിട്ട് വൈഷ്ണവ ഭയങ്കര രസമുള്ളൊരു വിഷ്വൽ ലാംഗ്വേജ് ഉള്ളൊരു പടമായിരിക്കും ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു ജഡ്ജ്മെന്റ്. അപ്പൊ നമ്മളെല്ലാവരും ഏറ്റവും കൺവിൻസിംഗ്ലി അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാനാണ് നോക്കുന്നത്. മേക്കപ്പും കോസ്റ്റ്യൂമും അതിൽ ഭയങ്കര വലിയ ഫാക്ടേഴ്സ്. അപ്പൊ നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ലൊക്കേഷനിൽ വന്നതുകൊണ്ട് എല്ലാവരുടെയും റെസ്ലിംഗ് കോസ്റ്റ്യൂംസും. എനിക്ക് ഈ പടത്തില് കോസ്റ്റ്യൂം വൈസ് ഏറ്റവും ഇഷ്ടം വിശാഖിന്റെ കോസ്റ്റ്യൂംസ് ആണ്. പാവപ്പെട്ട ടീഷർട്ട് ഒക്കെ ഫാനാണെന്ന് പിന്നെ എന്തായാലും നമ്മൾ കാണൂല. നമ്മൾ ജോൺസീനയുടെയും ഒക്കെ എന്തായാലും എല്ലാവരും ആ കാലഘട്ടത്തിൽ ഒരാൾ പോലും കാണാത്തത് ഉണ്ടാവില്ല. പിന്നെ എനിക്കൊന്ന് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഈ സാധനം കാണുമ്പോൾ നമ്മൾ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഈ പോയിന്റിലൊക്കെ. വാണ്ടേക്കറും ഗെയിനും ശരിക്കും ബ്രദേഴ്സ് ആണല്ലേ, ശരിക്കും മൂപ്പര് ആസിഡ് ഒഴിച്ചല്ലേ. ഇപ്പൊ ഐ തിങ്ക് ദാറ്റ് ബബിൾ ഹാസ് റിയലി ബേഴ്സ്റ്റ്. അപ്പോ ഇപ്പൊ ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ പടത്തില്. ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് ഓൾ എ ഷോ. എന്റെ ക്യാരക്ടറിന്റെ പേര് കുരുവി. 5 സെക്കൻഡ് 10 സെക്കൻഡ് സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഇവിടെ 1 ദിവസം 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഫയർ വിങ്സ്. സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളൂ, പക്ഷെ എല്ലാം ഒറിജിനൽ ആയിട്ട് കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, നന്നായി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോവാണെങ്കിൽ നമ്മുടെ WWE ജെഫ് ഹാർഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എന്റെ കോസ്റ്റ്യൂം റെഫറൻസ്. ഫൈറ്റിംഗ് സ്റ്റൈൽ കുറച്ചുകൂടി ഒരു ഷോൺ മൈക്കിൾസ് അങ്ങനത്തെ ഒരു ആക്രോബാറ്റിക് ഹൈ ഫ്ലയർ ക്യാരക്ടറാണ് എന്റെ ക്യാരക്ടർ. അപ്പോ പടത്തില് ഈ റെസ്ലിംഗ് ക്ലബ്ബ് സെറ്റ് ചെയ്യണം എന്ന് എന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോ അടിപൊളിയായിരുന്നു. മീൻസ് നമ്മുടെ ഒരു ബ്രദേഴ്സ് ആണ് പടത്തിൽ. അപ്പോ നമ്മുടെ ഒരു ബ്രദർഹുഡും സിങ്കും കെമിസ്ട്രി കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ മൂവ്മെന്റ്സ് ഉണ്ട്. ഓരോരോ സ്ട്രെങ്ത്തും എന്റേത് കുറച്ചുകൂടി അത്ലറ്റിസിസം, അച്ചുവേട്ടിന്റെ കുറച്ചുകൂടി സ്ട്രെങ്ത് ബേസ്ഡ് ആണ്. അപ്പൊ എല്ലാവരും സ്ട്രെങ്ത് കാണിക്കാൻ പറ്റി. അങ്ങനെ പിന്നെ കലാം മാസ്റ്ററിന് സപ്പോർട്ട് ഉണ്ട്. ലൊക്കേഷന് വന്നിട്ടാണ് കൊറിയോഗ്രാഫി പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് സമയത്ത് വി ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട്. അപ്പൊ എല്ലാ മൂവ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഫ്ലിപ്സ് ആണെങ്കിലും റോൾസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഒരു സ്റ്റോക്കിൽ വെക്കും. അപ്പോൾ സെറ്റിലേക്ക് എത്തുമ്പോൾ ആവശ്യമുള്ള മൂവ് നമ്മൾക്ക് എപ്പോ ആണെങ്കിലും മീൻസ് അധികം ടൈം എടുക്കൂലല്ലോ പഠിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് ഫേസ് 2 ഷൂട്ടിംഗ് ആ ഒരു ട്രാൻസിഷൻ അങ്ങനെയായിരുന്നു.
മോനിതില് ഫൈറ്റിലുണ്ടല്ലോ, അപ്പം അമ്മ കാണാൻ വന്നിരിക്കുകയാണ്. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടൊരു സീൻ. ഭയങ്കര ത്രില്ലിലാണ്. എന്റെ ഫൈറ്റില്ല, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയാണ്. ഇവർക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുപ്രജാമ മമ്മിയാണ് ഞാൻ. പിന്നെ ഞങ്ങളുടെ വേറൊരു ആനന്ദം കണക്ട് ഞങ്ങളുടെ ഒരു മെയിൻ ആങ്കർ കൂടെ ഉണ്ട്, ആനന്ദ് സി ചന്ദ്രൻ. ഞങ്ങള് 3 പേരുമാണ് ഇവിടുത്തെ ആനന്ദം റിയൂണിയൻ ടീം. നമ്മള് ഷൂട്ട് ചെയ്യുന്നത് ആര്യയുടെ S35 ലെൻസസ് അനമോഫിക്കിന്റെ C സീരീസ് ലെൻസസ് ആണ്, ഹോക്കിന്റെ C സീരീസ് ലെൻസസ് ആണ്. ഭയങ്കര രസം. ആനന്ദന്റെ ഇടയ്ക്ക് ഇവനെ സെറ്റില് കുപ്പി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം. ഞാൻ തിരിഞ്ഞു നോക്കും, ബാക്കി ആർക്കും മനസ്സിലാവത്തില്ല ആരെയും വിളിക്കും. ഞങ്ങൾ അങ്ങോട്ടും കൂടെ പേരെ വിളിക്കാം. ഞാൻ പൊതുവെ സീരിയസ് ഷോക്ക് കാണുന്നു. ആനന്ദ് സി ചന്ദ്രൻ അപ്രോച്ച് ടു സിനിമറ്റോഗ്രഫി ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ജോൺറയിൽ പുള്ളിയുടെ ആ ഒരു അപ്രോച്ചിനെ കുറച്ചൊന്ന് പുള്ളി ട്വീക്ക് ചെയ്ത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിലോട്ട് കൊണ്ടുവന്നു. നമ്മുടെ പ്രൊഡ്യൂസർ ഷിഹാൻ ഭയങ്കര അടിപൊളിയാണ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, നമ്മള് കിട്ടിയിരിക്കുന്ന ടീം ഫ്രം ഡെബ്യൂ ഡയറക്ടർ, പ്രൊഡക്ഷൻ ടീം ഓഫ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഡെഫിനറ്റ്ലി എന്റെ ടീം, എല്ലാവരുമായിട്ട് ഭയങ്കര ഫാമിലി ആൻഡ് എവ്രി വൺ ഓൺ സെയിം പേജ്. എല്ലാവർക്കും ഇതായിട്ടുള്ള നൊസ്റ്റാൾജിയ. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ചാർജ്ഡ് ആണ്. ഐ എം വെരി ലക്കി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഈ ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ട് ഈ സിനിമറ്റോഗ്രഫി ആണെങ്കിലും വി ആർ വെരി ഫോക്കസ്ഡ് ആണ് അത്. അപ്പോ അതിന്റെ ഒരു മിനിമം റിക്വയർമെന്റ് ആണ് ഈ ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ. ഈ കോൺസെപ്റ്റിന്റെ ആൾക്കാരോട് പറയുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ്സ് ക്രൂ, കാസ്റ്റ്, ഓഡിയൻസ് ആണെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഇതൊരു പുതിയ സാധനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു WWE സ്റ്റൈൽ റെസ്ലിംഗ്. അത് മാത്രമല്ല കോസ്റ്റ്യൂംസ് നോക്കുമ്പോഴും ലൈറ്റിംഗ് നോക്കുമ്പോഴും ഭയങ്കര കളർഫുൾ സാധനമാണ്. അപ്പോൾ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് ഫോർ നമ്മുടെ ടെക്നീഷ്യൻസ് ആണെങ്കിൽ. ആൻഡ് കാസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ലൈക്ക് ലൈക്ക് ഒരു പുതിയ സാധനം ചെയ്യാൻ റെഡിയാണോ. നമുക്കൊരു ഇത് ആദ്യം തന്നെ നമ്മൾ ഓൺലൈൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ ദാറ്റ് വേ എല്ലാവരും റെഡി ആയിട്ട് ടോപ്പ് ഓഫ് ദി ലൈൻ ക്രൂ കിട്ടാൻ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. കുറെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് കാണാത്ത ഒരു അർജുന അശോകനെ ആയിരിക്കും കാണുന്നതെന്ന് എനിക്ക് ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് മൈ വർക്ക്, ഐ എം നോട്ട് ടു സേ ദാറ്റ്, ബട്ട് അർജുന അശോകൻ will be different. Same with Roshan Matthew as well. റോഷനെ ഞാൻ മൂത്തോനിൽ വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്. എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു റോഷനെ കുറച്ചൊരു ലാർജർ ദൻ ലൈഫ് ക്യാരക്ടറായിട്ട് കാണിക്കണമെന്ന്. ദാറ്റ് ദീസ് ആർ ഓൾ വെരി റിയൽ പീപ്പിൾ, റിയൽ ക്യാരക്ടേഴ്സ്, വെരി റിലേറ്റബിൾ underdogs. But എവിടെയൊക്കെയോ it's about an underdog wanting to saying we too can become heroes. അപ്പൊ ആ ഒരു മൂഡില് റോഷനെയൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ, അതേപോലെ വിശാഖ് ഓൾസോ റൈറ്റ്. വിശാഖിന്റെ ഒരു ക്യാരക്ടറിനെ യുൽ അണ്ടർസ്റ്റാൻഡ്, സിനിമ കാണുമ്പോൾ മനസ്സിലാവും ദാറ്റ് വിശാഖിന്റെ ക്യാരക്ടർ ചെറിയാൻ ആ ഒരു ക്യാരക്ടറിന് റൂൾസ് ഒന്നുമില്ല. സോ ബിക്കോസ് ഓഫ് ദാറ്റ് വിശാഖ് ഓരോ ടേക്കിലും തരുന്ന ഒരു it's always different. There's never 2 same takes. And likewise Ishan also. Ishan നമ്മുടെ പ്രൊഡ്യൂസർ ഷെഹാന്റെ ബ്രദറും കൂടെയാണ്. And ever since ഞാൻ അവരോട് ഷെഹാൻ ആൻഡ് ഇഷാനോടായിരുന്നു ഞാൻ ഒരുമിച്ച് ഇത് പിച്ച് ചെയ്തത്. And since then he's been working hard at it. 1.5 വർഷമായിട്ട് ട്രെയിൻ ചെയ്യുവാണ്. Full power bro. നമ്മുടെ പടത്തിന്റെ ടൈറ്റിൽ ഒരു കൊച്ചി സ്പിരിറ്റ് ആണ്, ചത്ത പച്ച എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലൈക്ക് ഇന്നും അവനെ ചത്ത പച്ച എന്ന് പറഞ്ഞു പോവാ.